നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദിലയും സരികയും കുറിച്ചാണ്. ഇവർ ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ പരദൂഷണ കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ പോക്ക്. എത്ര പേര് ലൈവ് കാണുന്നറിയില്ല, ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് കാണിക്കുന്നറിയില്ല. ലൈവ് കണ്ടവർക്കറിയാം. ഇവർ അത്യാവശ്യം നന്നായിട്ട് പരദൂഷണം പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സരിക രേണു സുധിയെക്കുറിച്ച് 5 പൈസേൻ്റെ വിവരമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അതേപോലെ തന്നെ ഇപ്പോൾ ആദില രേണു സുധി ഭക്ഷണം കഴിച്ച് ടേബിളിൻ്റെ അടുത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ഇവൾ ഇടയ്ക്കിടെ മാറ്റി പറയും കോമഡി കഥാപാത്രമാണെന്ന്. ഇത് പ്രേക്ഷകർക്ക് ഇവരോടുള്ള ഇഷ്ടം എത്രത്തോളം കുറയും എന്ന കാര്യമാണ്. കാരണം പ്രേക്ഷകരാണ് ഇവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഒരു പരദൂഷണ കമ്മിറ്റിയെ ഒരിക്കലും ബിഗ് ബോസിനകത്ത് പ്രേക്ഷകർ വെച്ച് പൊറുപ്പിക്കുന്നില്ല എന്ന് നമ്മൾ സീസണുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവരെത്രത്തോളം പ്രേക്ഷകർ വെറുക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആദിലയോടും അതേപോലെ തന്നെ സരികയോടൊക്കെ ആദ്യം ഇവരൊക്കെ വന്ന് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും അത്യാവശ്യം കഥ പറയുകയും എല്ലാവരായിട്ടും നന്നായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് നന്നായിട്ട് പരദൂഷണം പറയുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് ശാരികയെക്കുറിച്ചും അതേപോലെ തന്നെ രേണു സുധിയെക്കുറിച്ചൊക്കെ പരദൂഷണം ആണ് ഇവരിപ്പോൾ നന്നായിട്ട് ഇരുന്ന് പറയുന്നത്. എത്രത്തോളം അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നറിയില്ല. എന്തായാലും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത് ഇവർ മുന്നോട്ട് പോകാനായിട്ട് നന്നായിട്ട് കളിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് നമുക്കറിയാം പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇവരെക്കുറിച്ച് കമൻറ്റായി രേഖപ്പെടുത്തുക.